അസ്സലാമു അലൈക്കും. പലപ്പോഴുമായി ഒരുപാട് പേര് ചോദിച്ച നമ്മുടെ വീട്ടിലെ പ്രധാനമായും സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, ഉമ്മമാർക്കുണ്ടാകുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയാണ് ഇന്ന് പറയുന്നത്. അതായത് നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മൂത്രമൊഴിച്ചാൽ അവിടെ നജസാകുമോ, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നുള്ള വിഷയം. കാരണം കുഞ്ഞുമക്കളാകുമ്പോൾ അവർക്കറിയില്ലല്ലോ, അവർ പല ഭാഗത്ത് പോയി ചിലപ്പോൾ മൂത്രമൊഴിച്ചെന്നൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്നതിനേക്കുള്ള കൃത്യമായ ഉത്തരമാണ് ഇന്ന് പറയുന്നത്. കാരണം അങ്ങനെ പലപ്പോഴുമായി പല സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നിലധികം കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ, ചെറിയ കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചാൽ നിരന്തരം അതിനെ ഒരുപാട് തവണ എടുത്ത് വൃത്തിയാക്കാതെ നിന്നാൽ ഒരുപാട് ഉമ്മമാർക്ക് ഇത് തന്നെ വലിയൊരു ഭാരമായിട്ട് മാറും. എന്നാൽ അങ്ങനെ ഭാരമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലളിതമാണ് ഈ വിഷയം. ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം. നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. വൃത്തിയാക്കുന്നതിൻ്റെ രൂപം വളരെ ലളിതമായ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരാം. ആ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല വിഷയങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. മാനസികമായ സംഘർഷങ്ങളുണ്ട്. നജസ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും നായയുടെ നജസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അങ്ങനെ പല ആളുകളും പ്രയാസം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികളുടെ മൂത്രമൊഴിച്ച് അതിനെ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ പലതരത്തിലുള്ള നമ്മുടെ നമസ്കാരങ്ങളും മറ്റുമൊക്കെ രക്തങ്ങൾ വരുമ്പോൾ, അത് മുഖക്കുരുവിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ രക്തങ്ങൾ വരുമ്പോൾ ആ രക്തങ്ങളിൽ മാപ്പ് നൽകപ്പെടുന്ന രൂപവും മറ്റുമൊക്കെയുള്ള വിഷയങ്ങൾ മറ്റൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നജസ് ശുചീകരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് കൃത്യമായി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു കൃത്യമായൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ആദ്യം പറഞ്ഞു തരാം. അതായത് ഒന്ന്, നജസ് എന്നുള്ളത് നമ്മൾ എന്താണ് എന്ന് പഠിക്കണം. ആ നജസ് എന്നുള്ളത് എന്താണെന്ന് പഠിക്കുമ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള നജസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ ഒന്നാമത്തതാണ് മുഗല്ലദായ നജസ്, മറ്റൊന്ന് മുഖഫഫായ നജസ്, മറ്റൊന്ന് മുതവസ്സിത്തായ നജസ്. അപ്പോൾ എന്താണ് മുഗല്ലദായ നജസ് എന്ന് വെച്ചാൽ, അതായത് നായ, പന്നി, അതേപോലെ തന്നെ ഇവിടെ ഫർഅ്, ഇതിനേക്കാണ് മുഗല്ലദായ നജസ് എന്ന് പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ശുചീകരണത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 പ്രാവശ്യം കഴുകണം. അതിൽ 1 പ്രാവശ്യം നല്ല മണ്ണ് കലക്കിയത് കൊണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ. അതാണ് മുഗല്ലദായ നജസ്. നമ്മുടെ വിഷയം അതല്ലാത്ത കൊണ്ട് അതിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. രണ്ടാമത്തത് മുഖഫഫായ നജസ്. അതും പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് 2 വയസ്സെത്താത്ത ഒരു ആൺകുട്ടി, ഉമ്മയുടെ മുലപ്പാല് മാത്രം കുടിക്കുന്ന കുട്ടി, അത്തരം ഒരു കുട്ടിയുടെ മൂത്രം അതിനേക്ക് വെള്ളമൊന്ന് കുടയുന്ന രൂപത്തിൽ കുടഞ്ഞാൽ മതി, അത് വൃത്തിയാകും എന്നുള്ളത്. അതാണ് മുഖഫഫായ നജസ്. മറ്റൊന്ന് മുതവസ്സിത്തായ നജസ്. അപ്പോൾ മുതവസ്സിത്തായ നജസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കാം, മുതവസ്സിത്തായ നജസ് അവിടെ 2 തരത്തിലാണ്. ഈ പറഞ്ഞ രൂപത്തിൽ മുഖഫഫും മുഅല്ലദും അല്ലാത്ത മറ്റു എല്ലാ നജസുകളും, സാധാരണ നമ്മൾ കാണുന്ന എല്ലാ നജസുകളും ഈ മുതവസ്സിത്ത് എന്നുള്ള ഗണത്തിലാണ് പെടുക. സാധാരണ നജസുമൊക്കെ ഈ മുതവസ്സിത്തായ ഗണത്തിലായിരിക്കും. ഇത് പ്രധാനമായും 2 വിഷയത്തിലാണ് വരാം. ഇത് 2 ടൈപ്പായിട്ടാണ് വരാം. ഒന്ന് ഹുക്മിയായത്, മറ്റൊന്ന് ഐനിയായത്. ഈ കുട്ടികളുടെ മൂത്രം ശുദ്ധിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ, ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ മുതവസ്സിത്തായ നജസ് പ്രധാനമായും 2 തരത്തിലാണ് വരിക. ഒന്ന് ഹുക്മിയായത്, മറ്റൊന്ന് ഐനിയായത്. അതിൽ ഹുക്മിയായത് എന്ന് വെച്ചാൽ ഇവിടെ നിറം, മണം, രുചി ഒന്നും പ്രകടമാകുന്നില്ല. അങ്ങനെയുള്ളതിനേക്കാണ് ഹുക്മിയായത് എന്ന് പറയാം. ഇനി നിറം, മണം, രുചി ഇവയൊക്കെ പ്രകടമാകുന്നുണ്ടെങ്കിൽ അതാണ് ഐനിയായത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞൊരു മൂത്രമൊഴിച്ചാൽ അത് സ്വാഭാവികമായിട്ടും ഐനിയായതായിരിക്കും. അതിൻ്റെ എന്തെങ്കിലും അവിടെ നമ്മൾ കാണുന്നുണ്ടാകും.
ആ ഭാഗം, അതേപോലെ തന്നെ ചിലപ്പോൾ സ്മെല്ലടിക്കുന്നുണ്ടാകും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഐനിയായതിനെ ഹുക്കുമിയാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു മൂത്രം ഒഴിച്ചാൽ അവിടെ നമ്മൾ, അല്ലെങ്കിൽ ഒരു മൂത്രമുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഒരു തുണിയെടുത്ത് വന്ന് അതിനെ നമ്മൾ ആദ്യം ആ മൂത്രമുള്ള ഭാഗം മാത്രമൊന്ന് നമ്മൾ ഒപ്പിയെടുക്കാം. അത് ചിലപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്ന രൂപത്തിൽ നമ്മൾ ഒപ്പിയെടുക്കാം. അതൊരു പ്രാവശ്യം നമ്മളിങ്ങനെ കൃത്യമായി തുടച്ചെടുത്താൽ തന്നെ ഏകദേശം അതിൻ്റെ സ്മെല്ലൊക്കെ മാറും. അങ്ങനെ ഒപ്പിയെടുത്തിട്ട് അങ്ങനെ ഒരു നല്ല തുണി കൊണ്ട് അതൊന്ന് വൃത്തിയാക്കിയാൽ അത് വൃത്തിയായി ആ ഭാഗം. അതായത് വൃത്തിയായെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അതിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ബാക്കി പ്രോസസ്സിംഗ് ഉണ്ട്. അതായത് അതിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ബാക്കി ചെറിയൊരു ക്രിയ കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ആ ഭാഗം കാണുമ്പോൾ അതിൻ്റെ മണമില്ല, അതേപോലെ തന്നെ അതിൻ്റെ ഇത് കാണാൻ അത് പ്രകടമാകുന്നില്ല, നിറങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയായി. അങ്ങനെ അത് ഒരു ഉണങ്ങിയ ഘട്ടത്തിലായപ്പോൾ നമ്മൾ ഒരൽപ്പം വെള്ളം പോയിട്ട് അവിടെ പാറാം, ആ വെള്ളം അവിടെ ഒഴിക്കുക. അങ്ങനെ ഒരൽപ്പം വെള്ളം ഒഴിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായും അത് വൃത്തിയായി. ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ ഈ ഐനിയായ നജസ് ഇങ്ങനെ ഒപ്പിയെടുക്കലോട് കൂടെ അത് ഹുക്കുമിയായിട്ട് മാറും. പിന്നെ ഹുക്കുമിയായിട്ട് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വൃത്തിയായി. അങ്ങനെ വൃത്തിയാക്കിയാൽ മതി. അത് ആ ഭാഗം മാത്രം ഒന്ന് വൃത്തിയാകുന്ന രൂപത്തിൽ ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ ചില വീടുകളൊക്കെ ചെയ്യുന്നുണ്ടാകും. കുഞ്ഞു ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും മൂത്രം ഒഴിച്ചിട്ടുണ്ടാവാം. ഇത് ഒരു തുണി എടുത്തുകൊണ്ട് പോയി ആ ഭാഗത്ത് വൃത്തിയാക്കി അതിനിങ്ങനെ വലിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ഈ തുണിയിൽ മൂത്രത്തിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ വീട് മൊത്തം നജസാവുകയാണ് അതിലൂടെ ഉണ്ടാവുന്നത്. നമ്മൾ നേരെ ഒരു തുണി എടുത്തുകൊണ്ട് പോയി, കയ്യിലെടുത്തുകൊണ്ട് പോയി ആ ഭാഗത്ത് മാത്രം ഒന്നിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു തുണി കൊണ്ട് കഴുകുമ്പോൾ തന്നെ അങ്ങനെ അതൊന്ന് പോയ ശേഷം ആ തുണി നേരെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒന്ന് വൃത്തിയാക്കാൻ ഇട്ടാൽ മതി. ആവശ്യം ശ്രദ്ധിക്കുക. ഇനി അതേ തുണി നമ്മൾ നിലത്തിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവന്നാൽ നില മൊത്തം നജസായി മാറുന്ന അവസ്ഥയിലേക്ക് മാറും. ഇനി അങ്ങനെ ആ ഭാഗം നമ്മൾ ഉണക്കിയെടുത്താൽ പിന്നെ ഒരല്പം വെള്ളം കൊണ്ടിട്ട് അവിടെ പാർന്നാൽ അവിടെ കാര്യങ്ങൾ കഴിഞ്ഞു. വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അത്ര ചെയ്താൽ അവിടെ വൃത്തിയായി. അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കേണ്ട രൂപം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങളൊക്കെ അറിയിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.